ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് കിടിലൻ ടൂറിനാണ് പോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ആലപ്പുഴ ടു മൂന്നാർ, അഥവാ മൂന്നാറിൻ്റെ ആ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. നമ്മളാണെങ്കിൽ വെളുപ്പിന് തന്നെ എണ്ണീറ്റ് നമ്മൾ പോകുകയാണ്. കാരണം വെളുപ്പിൻ്റെ 4 മണി 5 മണിയെല്ലാം ആയിരുന്നപ്പോൾ നമ്മൾ പോയി. നമ്മൾ കാറിലാണ് പോകുന്നത്. ഇടക്കൊച്ച് ചെറുതായിട്ടെല്ലാം ഉറങ്ങിയെല്ലാം പോയി. നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര ഇരുട്ടായിരുന്നു. അതിന് കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞ് എണ്ണീറ്റപ്പം ഇത്തിരി പകലായി. എന്ന് പറഞ്ഞാൽ വെളുപ്പിന് ഒരു 7 മണി 6 മണിയെല്ലാം ആ സമയമായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കുറേ ഉറങ്ങിയതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എത്തിയതുപോലെ അവിടെ കുറേ മലയും പിന്നെ റബ്ബർ തോട്ടം എല്ലാം, ഇവിടെ കുറേ അടുത്ത് റബ്ബർ തോട്ടം എല്ലാം ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ പോണ വഴിക്ക് നല്ല കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതൊന്നും നമ്മൾ ആലോചിച്ചില്ല ഫസ്റ്റ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ മറ്റേ വെള്ളമെല്ലാം കയറി കിടക്കുന്ന സ്ഥലവും എല്ലാം ഉണ്ടായിരുന്നു. സ്ഥലമൊക്കെ ഭയങ്കര വൈബായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നത് മറ്റേ ഒരു പാലത്തിലേക്കാണ്. ആ പാലത്തിൻ്റെ ഇഞ്ചത്തോട്ടി പാലം എന്നാണ്. ഞങ്ങളുടെ ഈ ഷോർട്ട് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന്. ഭയങ്കര വൈബ് ഏരിയ ആണ്. ഞങ്ങളിത് ക്ലാരിറ്റിയൊക്കെ കുറച്ചെടുത്ത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. സൂര്യൻ ഉദിച്ച് വരുന്ന കാണാൻ നല്ല രസമായിരുന്നു. പോകാത്തവരൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾക്ക് വിശന്നിട്ടും മേലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറി. രാവിലെ ചായ കുടിച്ചില്ല. പിന്നെ പോകുന്ന വഴി ആനേനെ കാണാൻ കയറി. ആനേൻ്റെ പുറത്തും കയറി. എല്ലാം കയറി നല്ല രസമായിരുന്നു. ആന ഇങ്ങനെ കുലുങ്ങി നടക്കുന്നതാണ്. ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഇതൊക്കെ കണ്ട് ഇച്ചിരി ബ്ലോക്കിലായിരുന്നു. ഞങ്ങൾ പെട്ടുപോയായിരുന്നു ബ്ലോക്കിൽ കുറച്ച്. ഇതേപോലെ കുറേ ചെറിയ കടയും ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. പിന്നെ പോണ വഴിക്ക് കുറേ കുതിരകളൊക്കെ കാണായിരുന്നു. കാണിച്ചു തരാം. ഇവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണതൊരു വ്യൂ പോയിൻറ്റിലാണ്. എന്ന് പറഞ്ഞാൽ എക്കോ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ എക്കോ പോയിൻറ്റിലെത്തി. ഇവിടെ ഈ വെള്ളത്തിനെല്ലാം ഭയങ്കര തണുപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂടായിരിക്കും, പക്ഷേ ഭയങ്കര തണുപ്പാണ്. വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. പിന്നെ എല്ലാ ടൂർ പോകുമ്പോഴും നമ്മൾ കാണുന്ന സാധനം തന്നെ മറ്റേ തേയിലത്തോട്ടം. പിന്നെ കുറേ മലയെല്ലാം ഉണ്ടായിരുന്നു. കുറേ മലയും പിന്നെ കാടും. പിന്നെ കുറേ ലോങ്ങിൽ നോക്കുമ്പോൾ എല്ലാം നല്ല രസമാണ്. പിന്നെ ഈ സ്ഥലം ടോപ്പ് സ്റ്റേഷനാണ്. ഞങ്ങൾ ഇവിടെ കയറിയത് തിരിച്ചു വന്നപ്പോഴാണ്. അതിൻ്റെ വീഡിയോ ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് കാണാം. നമ്മൾ പോണ വഴിക്ക് നമ്മൾ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ ആ വഴി കറങ്ങിയാണ് പോകുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ ഇറങ്ങാനില്ല. ഭയങ്കര ചൂടായിരുന്നു, വെയിലായിരുന്നു. പിന്നെ നമ്മൾ ഒരു റൂമിലോട്ടാണ്. നമ്മുടെ ഒരു റൂമിലോട്ടാണ്. നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ ഇവിടെ കുറേ കുരങ്ങുകളും മൃഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സിംഹവാലൻ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഏറ്റവും മേളിലായിരുന്നു. ഞങ്ങൾക്ക് എടുത്തിട്ട് മറ്റേ ഫോണിൻ്റെ സൂമിങ് എത്തുന്നില്ല, അത്ര ഇതായിട്ട് എത്തുന്നില്ല. മരങ്ങളുടെ വലിപ്പമെല്ലാം കണ്ടില്ല, അതനുസരിച്ച് നമുക്ക് എത്താത്തുള്ളല്ലോ. അപ്പം നമ്മൾ ഇവിടെ ഒരു കുറേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ കുറേ കാടാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര കാടാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയൊന്നും നിൽക്കാൻ പറ്റത്തില്ല. പട്ടാളക്കാരെല്ലാം അവിടെ ഫോറസ്റ്റുകാരെല്ലാം അവിടെ നമ്മളോട് പറയുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങരുതെന്നെല്ലാം. പിന്നെ നമ്മൾ പോകണ വഴിക്ക് കുറേ ഇതെല്ലാം കണ്ടു. കണ്ടോ. അങ്ങനെ നമ്മൾ പോയി റൂമിൻ്റെ അടുക്ക് എത്താറായി. അങ്ങനെ റൂമിൽ എത്തി നമ്മൾ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മളിനി പോകുന്ന ജീപ്പ് സഫാരിക്കാണ്. മറ്റേ പതിയെ പോയി കാടും മലകളും ഫുൾ ഓഫ് റോഡായിരുന്നു. നമ്മൾ പതിയെ പോയി ഇങ്ങനെ സ്പീഡ് കൂടി. മറ്റേ വൈകുന്നേരം ഒരു 4-5 മണിയായപ്പോഴായിരിക്കും ഞങ്ങൾ പോകാൻ തുടങ്ങിയത്. പിന്നെ ഭയങ്കര കോടയായിരുന്നു കേട്ടോ. ആ സമയമെങ്കിലും ഭയങ്കര കോടയും നല്ല രസമായിരുന്നു. വ്യൂ ആയിരുന്നു ഭയങ്കര വ്യൂ എന്ന് വെച്ചാൽ ഭയങ്കര വ്യൂ. നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. അങ്ങനെ പോയി ഇങ്ങനെ എത്തി. ഞങ്ങൾ ഫസ്റ്റ് കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമില്ലേ ആൾക്കാർ, അത് കാണാൻ പോയിരുന്നു. ഇങ്ങനെ സൂര്യകാന്തി, തക്കാളി, ക്യാരറ്റ്, പല സാധനങ്ങൾ. അതിങ്ങനെ എന്ന് വെച്ചാൽ അതൊക്കെ കിളിപ്പിക്കുന്നതും ഇതൊക്കെ കാണാൻ പോയത്. ഈ സൂര്യകാന്തിയൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. ആ സമയത്തൊക്കെ ചെന്ന് കാണണം. നിങ്ങൾ കണ്ട് തന്നെ നോക്കണം. ഇതൊക്കെ കണ്ട് തന്നെ അറിയണം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചെന്നൊന്ന് കണ്ടറിയണം. നല്ല രസമാണ് ആ സ്ഥലമൊക്കെ കാണാൻ, ഭയങ്കര രസം. എങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതൊക്കെ പൊളിച്ചൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വിൽക്കാൻ കൊടുക്കുന്നതാണ്. അവരിങ്ങനെ കൊടുക്കും വിൽക്കാൻ. ചിലതൊക്കെ കിളുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് ക്യാബേജാണ്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി, ഇത്രയും വലിയ ക്യാബേജ്. അതേ ഞാൻ മനസ്സിലായത് അതിൻ്റെ സൈഡിലൊക്കെ എല്ലാം മാത്രം, അതിൻ്റെ അകത്തുള്ള സാധനം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. കാണിച്ചു തരാം ഞാൻ. ഈ അകത്തെ സാധനം കാണിച്ചു തരാം. ക്യാബേജിൻ്റെ അകത്തെ സാധനം കാണിച്ചു തരാം. ഇതാണ് അകത്തെ സാധനം. കണ്ടോ. ഭയങ്കര രസമുള്ള സ്ഥലവുമാണ്. നല്ല വൈബാണ് ഇവിടെ ഒക്കെ കാണാൻ. ഇത് ക്യാരറ്റ് കിളുത്ത് വരുന്നുള്ളൂ. നമുക്ക് അറിയാൻ പോലും വരുന്നില്ല. മൊത്തം ക്യാബേജും. ഇനി സ്ട്രോബെറി ഉണ്ട് കേട്ടോ. സ്ട്രോബെറി നിങ്ങളൊന്ന് കാണിച്ചു തരാം. ക്യാബേജ് ഏറ്റവും കൂടുതൽ ഇവിടെ മൊത്തം ക്യാബേജിൻ്റെ സ്ഥലമാണ്. ഈ സ്ട്രോബെറിക്ക് എന്താ അറിയാൻ പറ്റും. ഈ സ്ട്രോബെറിക്ക് പല ഷേപ്പാണ് കണ്ടത്.
ഞാൻ വിചാരിച്ച ഒരു ഷേപ്പ് മാത്രമേ ഉള്ളായിരിക്കുന്നു സ്ട്രോബെറിക്ക്. അതേ ഞാൻ മനസ്സിലായി, സ്ട്രോബെറിക്ക് പല പല ഷേപ്പ് ഉണ്ടെന്ന്. അതിൻ്റെ പൂവുണ്ട് സ്ട്രോബെറിക്ക്. നല്ല രസമുള്ള സ്ഥലവും രസമുള്ള സ്ട്രോബെറി, സോറി മൈ മിസ്റ്റേക്ക്. എന്നിട്ട് ഞങ്ങൾ സ്ട്രോബെറി പറിക്കാനൊക്കെ സമ്മതിക്കും കേട്ടോ, അവർ നല്ലപോലെ സമ്മതിക്കുന്ന ആൾക്കാർ. നല്ല സ്ഥലമായിരുന്നു. പിന്നെ കഴിക്കാനും തന്നു. ഞങ്ങൾ മേടിച്ചു കേട്ടോ, കുറച്ച് സ്ട്രോബെറി മേടിച്ചു. പിന്നെ അവിടെ നിന്ന് തന്നെ പറിച്ചപ്പോൾ കഴിക്കാൻ തന്നു. നല്ല ടേസ്റ്റ്. ഞാൻ വിചാരിച്ച മധുരം ആയിരിക്കുന്നു, പക്ഷേ അതേ ഞാൻ മനസ്സിലായി, ഭയങ്കര പുളിയായിരുന്നു. സ്ട്രോബെറിക്ക് ഭയങ്കര പുളിയായിരുന്നു. ഭയങ്കര നല്ല പുളിയായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഓഫ് റോഡ്, അത് റോഡിൻ്റെ കട്ടറായിരുന്നു, ഓഫ് റോഡ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ഓഫ് റോഡായിരിക്കും. പക്ഷേ അവിടുത്തെ ചെളിയൊക്കെ നല്ല രസമായിരുന്നു. ചെളിയൊക്കെ തെറിച്ച് ഞങ്ങളുടെ ഏതോട്ട് ഇങ്ങനെ പോയി ഭയങ്കര സ്പീഡ് കൂടി തുടങ്ങി. പോകുന്ന നേരവും സ്പീഡ് കൂടി വന്ന് നല്ല രസമായിട്ട് തുടങ്ങി. ഇങ്ങനെ നമ്മൾ പോകുന്നൊരു സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ സമയം എന്ന് വെച്ചാൽ വൈകുന്നേരമായില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ആ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ് ഊട്ടി പൂവൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഊട്ടി പൂവൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നോക്കിയപ്പോൾ അവിടെ കുറേ ടെൻ്റൊക്കെ അടിച്ചിരിക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഭയങ്കര രാത്രിയായി. നോക്കിയപ്പോൾ ഒരു കാട്ടുപോത്ത് ഇരിക്കുന്നു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് തോന്നുന്നു. എൻ്റെ ആ സൈഡിൽ തന്നെ കാണാൻ പറ്റും. ആ വെട്ടം അടിച്ചപ്പോൾ കാണാൻ പറ്റും. ഈ രാത്രിയാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ കുറച്ച് നേരം ഇതാക്കിയിട്ട് എടുത്തത്. ഭയങ്കര പാടായിരുന്നു എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. എന്നുവെച്ചാൽ നല്ല രസമായിരുന്നു. ഞങ്ങൾ രാവിലത്തെ വീഡിയോ ആണ് ഇതിപ്പോൾ കാണുന്നത്. അടുത്ത ദിവസം എണ്ണീച്ച രാവിലെ. പക്ഷേ ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു ഇവിടെ. ഇങ്ങനെ ഇരിക്കും രാവിലെ എണീക്കുമ്പോൾ. അവർ ഫാൻ പോലും ഇവിടെ വെച്ചിട്ടില്ല, ഭയങ്കര തണുപ്പാണ് രാത്രിയാകുമ്പോൾ. ഞങ്ങൾ ഇതൊക്കെ വിരിച്ചിടുന്നു. പിന്നെ അവിടെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിയും ചിലയിടത്ത് കയറുന്നുണ്ട്. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. പറഞ്ഞില്ലെന്ന് പറഞ്ഞല്ലേ, ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ടോപ്പ് സ്റ്റേഷൻ കാണിച്ചു തരാം. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. പിന്നെ പോകുന്ന വഴി വണ്ണസും കണ്ട്. വണ്ണസ് ഭയങ്കര രസമല്ലേ, വണ്ണസിനെയൊക്കെ കുറിച്ച് ഭയങ്കര രസമുള്ള വണ്ണസും കണ്ട്. അങ്ങനെ ഞങ്ങൾ പോകെ ഇത് ഞങ്ങളുടെ ഷോർട്സ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായി. ഇങ്ങനത്തെ വീഡിയോ 2-3 ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് തന്നെ ഇട്ടിട്ട് കണ്ട നല്ല രസമുള്ള എല്ലാ സ്ഥലം. പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ സിനിമയ്ക്കകത്ത് മാത്രമേ കണ്ടിട്ടുള്ളായിരിക്കും. ഈ KSRTC ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഇടക്കൂടി പോകുന്നത് കണ്ടോ. പക്ഷേ ഇത് ഞങ്ങൾക്ക് നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര പാടായിരുന്നു. കണ്ടോ എൻ്റെ ഇടക്കൂടി നല്ല വെള്ളമല്ലേ, നല്ല വ്യൂ അല്ലേ അവിടെയൊക്കെ. നമുക്ക് ഞങ്ങൾ തിരിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. വീട്ടിൽ പോകുന്ന വഴി ഇതൊക്കെ കണ്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്ന വഴി പിന്നെ ഇരുട്ടായൊക്കെ തുടങ്ങാറായി. ഇത് ഇരുട്ടായി ഭയങ്കര രാത്രിയായി പോകുന്ന വഴി വ്യൂ ആയി. രാത്രി കണ്ട സന്ധ്യ സമയമായി. ഞങ്ങൾ തിരിച്ചിങ്ങനെ വീട്ടിൽ എത്തി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ. Every night are we paradise seems so far away.